ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ബികോംകാരുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സംവിധാൻ എപ്പിസോഡ് 7 ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സംഘ് കി രാജ്ഭാഷ ആണ് അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പരിചയപ്പെടുന്നത്. സംവിധാൻ ദ മേക്കിംഗ് ഓഫ് ദി कॉन्स्टिट्यूशन ऑफ इंडिया श्याम बेनेगल द्वारा निर्देशित भारत के संविधान के निर्माण पर आधारित 10 भाग की टेलीविजन मिनी श्रृंखला है. അതായത് ഒരു ടെലിവിഷൻ സീരീസ് 10 എപ്പിസോഡ്സ് ഉള്ള ഒരു ടെലിവിഷൻ സീരീസ് 2014 മാർച്ച് 2 രാജ്യസഭ TV शो प्रीमियर ചെയ്തിരുന്നു. जिसमें हर रविवार सुबह को एक एपिसोड प्रसारित होने वाला था. श्रृंखला को राज्यसभा TV के चैनल पर यूट्यूब पर देखा जा सकता है. ഇതിൻ്റെ ഇപ്പം ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നേ ഉള്ളൂ ഈ ഒരു മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു TV സീരീസ്. അപ്പം ഇനി ഭാരത് കാ സംവിധാൻ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതാണ് ഭാരത് കാ സർവോच्च विधान है जो संविधान सभा द्वारा 26 नवंबर 1949 को पारित हुआ था तथा 26 जनवरी 1950 से प्रभावी हुआ. അതായത് ഭരണഘടന അസംബ്ലി പാസ്സാക്കിയിരിക്കുന്നത് 26 നവംബർ 1949 ആണ്. പക്ഷേ ഇത് ശരിക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 26 ജാനുവരി 1950 അതുകൊണ്ട് തന്നെ 26 നവംബർ എന്ന ദിവസത്തിനെ ഇന്ത്യയിൽ സംവിധാൻ ദിവസ് എന്ന രൂപത്തിലാണ് ആഘോഷിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് വരി പറഞ്ഞിരിക്കുന്നത്. ജബ്കി 26 जनवरी का दिन भारत में गणतंत्र दिवस के रूप में मनाया जाता है. 26 जनवരി ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് വരി വന്നിരിക്കുന്നത്. भारत के संविधान का मूलाधार भारत सरकार अधिनियम 1935 को मनाया जाता है. അതായത് ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ബേസിക് ആക്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നത് 1935 എന്നാണ് ആ വരികളിൽ അർത്ഥം വരുന്നിരിക്കുന്നത്. भारत का संविधान विश्व के किसी भी गणतांत्रिक देश के सबसे लंबा लिखित संविधान है. വേൾഡിൽ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പബ്ലിക് കൺട്രിയിലെ ഏറ്റവും വലിയ ലോങ്സ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്നത്. ഓക്കെ. भारत संविधान सभा के लिए जुलाई 1946 में निर्वाचन हुए थे. संविधान सभा की पहली बैठक दिसंबर 1946 को हुई थी. इसके तत्काल बाद देश 2 भागों भारत और पाकिस्तान में बट गया था. संविधान सभा भी 2 हिस्सों में बट गई, भारत की संविधान सभा और पाकिस्तान की संविधान सभा. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് 1946 നടന്നത്. അത് കഴിഞ്ഞ് ഡിസംബർ 1946 ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മീറ്റിംഗ് നടന്നു. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിക്കുള്ള ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞതും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി 2 വിഭജിക്കപ്പെട്ടു. അതുപോലെ തന്നെ 2 കൺട്രീസ് ഉണ്ടായി, ഭാരതും പാകിസ്ഥാനും. ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ 2 കൺട്രീസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ സംവിധാൻ ലിഖ്നെ വാലി സഭ 299 सदस्य थे, जिसके अध्यक्ष डॉक्टर राजेंद्र प्रसाद थे. संविधान सभा ने 26 नवंबर 1949 में अपना काम पूरा कर लिया और 26 जनवरी 1950 को यह संविधान लागू हुआ. इस दिन की याद में भारत में हर वर्ष 26 जनवरी को गणतंत्र दिवस मनाए जाते हैं. भारतीय संविधान का पूर्ण रूप से तैयार करने में 2 वर्ष 11 माह 18 दिन का समय लगा था. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ത്യൻ ഭരണഘടന എഴുതിയിരിക്കുന്ന ആ ഒരു അസംബ്ലിയിൽ 299 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1949 നവംബർ 26 ആകുമ്പോഴത്തേക്ക് ഈ അസംബ്ലിയിലെ ആൾക്കാരെല്ലാവരും കൂടി അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അതായത് ഭരണഘടന എഴുതി കംപ്ലീറ്റ് ആക്കിയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 1950 ജാനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 26 ജനുവരിയെ നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ 2 വർഷം 11 മാസം 18 ദിവസം ടൈമാണ് എടുത്തിരിക്കുന്നത്. भारतीय संविधान में वर्तमान समय में भी केवल 470 अनुच्छेद तथा 12 अनुसूचियां हैं और 25 भागों में विभाजित है, परंतु इसके निर्माण के समय मूल संविधान में 395 अनुच्छेद ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. 22 പാർട്ടുകളാണ് അതിലുണ്ടായിരുന്നത്. और इसमें केवल 8 അനുസൂചിയാ 8 അനുസൂചികൾ മാത്രമാണ്, ഷെഡ്യൂളുകൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ശേഷം അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സംവിധാൻ സഭയ്ക്ക് പ്രമുഖ സദസ്യ, മെയിൻ ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്നാണ് അടുത്ത ടോപ്പിക് വന്നിരിക്കുന്നത്. संविधान सभा के सदस्य भारत के राज्यों की सभाओं से निर्वाचित सदस्य के द्वारा चुने गए थे.
ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ശ്യാമപ്രസാദ് മുഖർജി, അബ്ദുൽ കലാം ആസാദ് ആദി ഇസ് സഭ പ്രമുഖ സദസ്യ थे. ഇന്ത്യയിലുള്ള സംസ്ഥാന അസംബ്ലികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ഇതിലെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ അംഗങ്ങളെല്ലാം ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു. അനുസൂചിത് വർഗ് സെ 3 से अधिक सदस्य इस सभा में शामिल थे. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 3-ലധികം പേരാണ് ഇതിലുണ്ടായിരുന്നത്. സച്ചിദാനന്ദ സിൻഹ ഇസ് സഭ के प्रथम സഭാപതി നിയുക്ത് किए गए थे. സച്ചിദാനന്ദ സിൻഹയാണ് ഈ ഒരു സഭയുടെ ആദ്യത്തെ ചെയർമാനായി നിയമിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ചെയർമാനായിട്ട് എലക്ട് ചെയ്തിരുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വന്നിരിക്കുന്നത്. ഡോക്ടർ ഭീംറാവ് അംബേദ്കർ को संविधान निर्माण करने वाली समिति का अध्यक्ष चुना गया था. संविधान सभा ने 2 वर्ष 11 माह 18 दिन में कुल 166 दिन बैठक की. ഈ 2 വർഷം 11 മാസം 18 ദിവസത്തിൽ 166 ദിവസമാണ് അവർ മീറ്റ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ सभा के बैठकों में प्रेस और जनता को भी स्वतंत्रता से भाग लेने की छूट प्राप्त थी. അതായത് ഈ സഭ കൂടിയിരുന്ന എല്ലാ സമയങ്ങളിലും പ്രസ്സിനും പബ്ലിക്കിനും ഈ മീറ്റിങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. मसौदा समिति अगस्त 1947 में संविधान का मसौदा तैयार करने की जिम्मेदारी के साथ गठित यह सबसे महत्वपूर्ण समिति. इसके 7 सदस्य थे. इसके अध्यक्ष डॉक्टर BR अम्बेडकर थे. അപ്പോൾ ഇതൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റിയാണ്. 1947 ഓഗസ്റ്റിലാണ് ഭരണഘടനയുടെ കരട് രൂപീകരണം ഉണ്ടായത്. കരട് രൂപീകരണത്തിനായിട്ട് ഈ സമിതി അധികാരമേൽക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്കെ 7 സദസ്യ थे. 7 ആൾക്കാരാണ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. ചെയർമാനായിട്ട് BR അംബേദ്കർ ആണ് ഉണ്ടായിരുന്നത്. മസോദ സമിതിക്ക് ശേഷ് സദസ്യ KM മുൻഷി, ഗോപാൽ സ്വാമി അയ്യങ്കാർ, അലാദി കൃഷ്ണസ്വാमी अय्यर, सैयद मोहम्मद सादुल्ला, N माधव राव, BL मित्तर के स्थान पर TT രാമകൃഷ്ണചാരി, DP ഖേത്താൻ के स्थान पर. അപ്പോൾ ഈ ആൾക്കാരൊക്കെയാണ് ബാക്കിയുള്ള മെമ്പേഴ്സായിട്ട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. अक्टूबर 1947 में दूसरे मसौदे के बाद फरवरी 1948 में भारत के संविधान का पहला मसौदा प्रस्तुत किया गया. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ കരട് 1948 ഫെബ്രുവരിയിലും രണ്ടാമത്തെ കരട് 1947 ഒക്ടോബറിലുമാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റിൽ. अंतिम मसौदा 4 नवंबर 1948 को पेश किया गया. ലാസ്റ്റ് ആയിട്ടുള്ള കരട് 1948 നവംബർ 4 അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം 26 नवंबर 1949 को मसौदा प्रस्ताव पारित किया गया. അതായത് ഇതിന് ശേഷമാണ് 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി പാസാക്കിയത്. इस प्रकार 26 जनवरी 1949 को लघु नागरिकता चुनाव अंतिम संसद आदि से संबंधित कुछ प्रावधानों को छोड़कर संविधान 26 जनवरी 1950 को लागू हुआ. മൈനർ ആയിട്ടുള്ള രീതിയിലുള്ള സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ ചുനാവ് പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ തിരഞ്ഞെടുപ്പ്, ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളിലെ ഒഴികെ ബാക്കി എല്ലാ രീതിയിലും ഭരണഘടന 26 ജനുവരി 1950 നിലവിൽ വന്നു എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഭാരത് കെ സംവിധാൻ മേ രാജ്യഭാഷ സെ സംബന്ധിത് ഭാഗ് 17. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒഫീഷ്യൽ ലാംഗ്വേജിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദ് എന്ന് വെച്ചാൽ ആർട്ടിക്കലാണ്. അനുച്ഛേദ് 120 അധ്യായ് 1 സംഘ് കി ഭാഷ. ഫസ്റ്റ് അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. സംഘ് കി ഭാഷ അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കൽ 120 120 സൻസദ് മേ പ്രयोग की जाने वाली ഭാഷ എന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കലുള്ളത്. ആർട്ടിക്കൽ 210 നിയമസഭയിൽ വിധാൻ മണ്ഡൽ മേ പ്രयोग की जाने वाली ഭാഷ, നിയമസഭയിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കലിലുള്ളത്. അനുച്ഛേദ് 343 സംഘ് കി രാജ്യഭാഷ. സംഘ് എന്ന് വെച്ചാൽ യൂണിയൻ, സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് അർത്ഥം. അപ്പോൾ സംഘ് കി രാജ്യഭാഷ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കൽ 343 എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അനുച്ഛേദ് 344 രാജഭാഷ കെ സംബന്ധ് മേ ആയോഗ് ഓർ സൻസദ് കി സമിതി. ഈ ആർട്ടിക്കലിലുള്ളത് ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്, പാർലമെൻ്ററി കമ്മിറ്റിയുടെയും കമ്മീഷൻ്റെയും. അധ്യായ് 2 പ്രാദേശിക് ഭാഷായേ. നെക്സ്റ്റ് അധ്യായത്തിൽ റീജിയണൽ ലാംഗ്വേജസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദ് 345 രാജ്യ കി രാജ്യഭാഷ യാ രാജ്യഭാഷായേ. സംസ്ഥാനത്തിൻ്റെ, അതാണ് ഉദ്ദേശിക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജസ്. ചില സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജോ അല്ലെങ്കിൽ ലാംഗ്വേജസ്. ആർട്ടിക്കൽ 346 एक राज्य और दूसरे राज्य के बीच या किसी राज्य और संघ के बीच പത്ര ആദി की ഭാഷ. അതായത് ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനം തമ്മിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിലോ സംസ്ഥാനവും യൂണിയൻ സെൻട്രൽ ഗവൺമെൻറ് തമ്മിലുള്ള
കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ്, ഔദ്യോഗിക ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കലിൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കൽ 347 किसी राज्य की जनसंख्या के किसी भाग द्वारा बोली जाने वाली ഭാഷ കെ സംബന്ധ് മേ വിശേഷ ഉപബന്ധ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ചെറിയൊരു പോപ്പുലേഷൻ ഏതെങ്കിലും സംസാരിക്കുന്നതായിട്ടുള്ള ഭാഷയെക്കുറിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അധ്യായ 3 ഉച്ചതം ന്യായാലയം ആദി की ഭാഷ, അതായത് കോടതികളിൽ യൂസ് ചെയ്യപ്പെടുന്ന ഭാഷയെക്കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദ് 348 उच्चतम न्यायालय और उच्च न्यायालयों में और अधिनियमों विधेयकों आदि के लिए प्रयोग की जाने वाली ഭാഷ. സുപ്രീം കോടതികളിലും ഹൈക്കോടതികളിലും നിയമങ്ങളിലും ബില്ലുകളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കലിൽ പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദ് 349 ഭാഷാ സെ സംബന്ധിത് കുച്ച് വിധിയ അധിനിയമിത് കർണേ കെ ലിയെ വിശേഷ പ്രക്രിയ. അപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രത്യേക നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ, ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ആർട്ടിക്കലാണ് ആർട്ടിക്കൽ 349. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. അധ്യായം 4 വിശേഷ് നിർദ്ദേശ്, സ്പെഷ്യലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അനുച്ഛേദ് 350 വ്യഥ കെ നിവാരൺ കെ ലിയെ അഭയാവേദൻ മേ പ്രയോഗ് കി ജാനെ വാലി ഭാഷ. ദുരിത നിവാരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചിട്ട്, ഒഫീഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കലിൽ പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദ് 351 ആർട്ടിക്കൽ 351 പറഞ്ഞിരിക്കുന്നത് ഹിന്ദി ഭാഷ കെ വികാസ് കെ ലിയെ നിർദ്ദേശ്. ഹിന്ദി ഭാഷയുടെ വികസനത്തിനുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു ആർട്ടിക്കലിൽ കൊടുത്തിരിക്കുന്നത്. स्वतंत्रता प्राप्ति के बाद भारतीय संविधान निर्माताओं के सामने सबसे बड़ी कठिनाई थी इस देश की राजभाषा का फैसला लेना. ഫ്രീഡം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഭരണകർത്താക്കൾ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ തീരുമാനിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് ഭാഷകൾ സംസാരിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ വലിയൊരു പ്രയാസം അവർ നേരിട്ടിരുന്നു എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. ഭാഷ को लेकर भारत जैसे देश में निर्णय लेना बहुत ही संकीर्ण मामला है. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഭാഷയെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. രാജഭാഷ നിർണയ की प्रक्रिया को जानना वर्तमान संदर्भ में बहुत महत्व रखती है. എങ്ങനെയാണ് അവർ ഔദ്യോഗിക ഭാഷ തീരുമാനിച്ചത് എന്ന് ഇന്നത്തെ സന്ദർഭത്തിൽ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. വേർഡ് ടു വേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്